പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ബദർ യുദ്ധം. ഹിജറ 2-ാം വർഷം റമദാൻ 17 വെള്ളിയാഴ്ച ദിവസമായിരുന്നു ആ യുദ്ധം ഉണ്ടായത്. അതിന്റെ തലേ ദിവസം രാത്രി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്തു. ഈ ചെറുസംഘത്തെ ഈ ഭൂമിയിൽ നീ നശിപ്പിച്ചാൽ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ ആരും തന്നെ ഈ ഭൂമിയിൽ ഉണ്ടാകുകയില്ല എന്ന ദുആ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു. അതിന്റെ ഫലമായി വിശുദ്ധമായ ബദർ യുദ്ധം നടന്നപ്പോൾ അള്ളാഹുവിന്റെ വിശുദ്ധന്മാരായ മാലാഖമാരെ കൂടി ഇറക്കി സഹാബത്തിനോടൊപ്പം യുദ്ധത്തിൽ പങ്കെടുപ്പിക്കുകയും ആ യുദ്ധം വിജയിപ്പിക്കുകയും ചെയ്തു. അതിന് ഒരു അനുസ്മരണം എന്ന നിലയ്ക്ക്, അതിനൊരു നന്ദി എന്ന നിലയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന നിഅമത്തിന് നന്ദി പ്രകടിപ്പിക്കണം. അത് സത്യവിശ്വാസിയുടെ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ ഒരു നന്ദി എന്ന നിലയ്ക്കാണ് ബദരീങ്ങളുടെ പേരിൽ അനുസ്മരണവും ബദരീങ്ങൾക്ക് പ്രതിഫലം കിട്ടാൻ വേണ്ടി നേർച്ച എന്ന നിലയ്ക്ക് അന്നദാനവും മറ്റും ഒക്കെ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ യാതൊരു വിധമായ തെറ്റുമില്ല, അത് നല്ലത് തന്നെയാണ്. ഒരുപക്ഷെ നാം ചിന്തിക്കും, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ ഇല്ലെങ്കിൽ സഹാബത്തോ ചെയ്യാത്ത ഒരു രീതിയിലാണല്ലോ നാം ചെയ്യുന്നത്. നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് വിരുദ്ധമല്ലാത്ത ഏതൊരു നിലപാടിൽ കൂടി വേണമെങ്കിലും നമുക്ക് നന്ദി പ്രകടിപ്പിക്കാം, മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യാം. വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് വിപരീതമാകരുത് എന്ന് മാത്രമാണ് നാം ഇവിടെ ശ്രദ്ധിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ആ സഹാബത്തിന് വേണ്ടി നാം പ്രതിഫലം ലഭിക്കുമെന്ന ആ ഒരു ഉറച്ച വിശ്വാസത്തോടുകൂടി അന്നദാനങ്ങൾ നടത്തലും അവരുടേതായ സ്മരണകൾ നിലനിർത്തലും യാതൊരു വിധമായ തകരാറുമില്ല. നമുക്കറിയാം, വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുകയായി. അമ്മാ ബി നിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, പ്രവാചകരെ അങ്ങക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന ആ നിഅമത്തിനെ അങ്ങ് എടുത്തു പറഞ്ഞുകൊള്ളുക എന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മെ ഉണർത്തുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങളിലൂടെ നമുക്ക് വലിയൊരു നിഅമത്താണ് നൽകിയിരിക്കുന്നത്. ആ നിഅമത്തിനെയാണ് നാം അനുസ്മരിക്കുന്നത്. അതുകൊണ്ട് അതിൽ യാതൊരു വിധമായ തകരാറുമില്ല എന്ന വസ്തുത നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ കൂടെ പറഞ്ഞു, ലഇൻ ശക്കർതും ലഅസീദന്നക്കും, തീർച്ചയായിട്ടും നിങ്ങൾ നന്ദിയുള്ളവരായാൽ നിങ്ങൾക്ക് ഞാൻ ധാരാളമായി അധികരിപ്പിച്ചു തരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നാം ആ സമൂഹത്തിനെയും അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത ഈ നിഅമത്തിനെയും നാം ധാരാളമായി നന്ദിയോടുകൂടി ഓർക്കേണ്ടതുണ്ട്. അങ്ങനെ ഓർക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നല്ല ലക്ഷ്യങ്ങളെ പൂർത്തീകരിച്ചു തരുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ അസ്ഹാബുൽ ബദരീങ്ങളെ ബഹുമാനിക്കാനും അനുസ്മരിക്കാനും അവരുടേതായ ജീവിതം നമ്മുടെ ജീവിതത്തിൽ പകർത്തി കൊണ്ടുവരുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.